ഇങ്ങനെയുള്ള തൊലിച്ച് പാടിക്കഴിഞ്ഞാൽ ഗൈസ് ഇത് മോശമായി പോകും. എന്നാലും പാടിക്കു ചേച്ചി, ഞാൻ കേൾക്കണ്ടേ. കുണുവാവയോ ഗൈസ്? ഞാനൊക്കെ കുണുവാവ എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ എനിക്ക് 29 വയസ്സ് 30 വയസ്സുള്ളൂ. അപ്പൊ ഇതിനിത് എന്താ പറയാ, മുതുക്കളവിയെന്നോ എന്ത് വേറെന്ത് പറയും? ഞങ്ങളുടെ പാലക്കാടന്മാരിൽ മുത്തിയമ്മമാര് പറയും മുതുമുത്തിയമ്മ, ആ സാധനം പോലെ തോന്നുന്നു. എനിക്ക് ഡൈ അടിച്ച് വന്നേക്കോ തോന്നുന്നു. ബാക്കി കേൾക്കാവേ. ആ ഏതാണ് കണ്ടത്? വേറൊരു വീഡിയോ കണ്ടു, ഇതന്നെ കണ്ടു. പക്ഷേ ഇവൻ വേട്ടവളി തത്തമ്മച്ചുണ്ട് കണ്ടോ? തത്തമ്മച്ചുണ്ട് 1.5 കിലോന്റെ ഗ്യാപ്പും എന്നിട്ട് തത്തമ്മച്ചുണ്ട്. ഇത് എങ്ങനെ നിൽക്കണം മുഖം? എന്നെ അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു ഇതും വിചാരിക്കരുത്. ബാക്കി കേൾക്കാം. അല്ല ഇങ്ങനെയൊക്കെ അരിശ്ലേഷനാണോ മോളെ? ഗൈസ്, ഞാൻ എന്റെ ഭാര്യനെ അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ മറ്റവന്റെ ഭാര്യനെ വിളിക്കാൻ പറ്റും. ചേച്ചി വിളിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നത്. അപ്പൊ ബാക്കി കേൾക്കാതെ പിന്നെ ആ ചേച്ചി എന്റെ ഭാര്യ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കും. ഭാര്യക്ക് കൊടുത്തോട്ടെ ചോദിക്കുന്നതിന് ചേച്ചിക്ക് എന്താണ് ഇത്ര കഴപ്പ്? ഇതിനത് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് ബാക്കി കേൾക്കാവേ. കാരണം ഈ എന്റെ ഭാര്യ ചേച്ചിന്റെ പെങ്ങളായതുകൊണ്ടേ ചേച്ചിക്ക് ഇങ്ങനെ പറയാം, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് ബാക്കി കേൾക്കാം. എന്താ സംഭവം ഇങ്ങനെ കേൾക്കണത്? വിടും. എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് സംസാരിക്കണ നക്കുണ്ട് തോന്നുന്നു. സ്വന്തം ചുണ്ടിനെ നക്കുണ്ട് തോന്നുന്നു. കാരണം സംസാരിക്കുമ്പോ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എനിക്ക് പറയാൻ വയ്യ. കാരണം അറിയോ, നമ്മുടെ നാട്ടിലിങ്ങനെ പറയും, തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ചേച്ചിക്ക് ഞങ്ങളിത് വാരി കൊടുത്തപ്പോ കേറി ഇവിടെ എത്തി. അപ്പൊ ചേച്ചി എങ്ങനെ തൂറി എങ്ങനെ മെരി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ചേച്ചിക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും ടോപ്പിക് ഉണ്ട് ചേച്ചി, ഇനിയും ചെയ്യാം. ഓക്കെ. പിന്നെയുള്ള മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. എന്റെ ഭാര്യ എനിക്കറിയാം, ഇന്നലെ കണ്ട ചേച്ചിക്കറിയില്ല. ദാറ്റ്സ് ഓൾ.